പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ. പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ. ഹോം, ധനകാര്യം, ഭക്ഷ്യം, റവന്യൂ, പൊതുഭരണം. കൃഷ്ണമാരാർ വാണിജ്യം, അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റി, കൃഷ്ണകുമാരി വിദ്യാഭ്യാസം, KT ജോസഫ് സാമൂഹ്യ വികസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. 6ാമത്തെ മന്ത്രി 2 പേരുണ്ട് ചോയ്സ്. കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ. ഏതൊക്കെയാ വകുപ്പുകള്? കലാ സാംസ്കാരികവും സ്പോർട്സും. അവന്റെ അമ്മയുടെ നായരെടുക്കുവാ വകുപ്പ്. 5-8 കൊല്ലം മന്ത്രിയായിരുന്നതിന്റെ തടുപ്പ് എന്റെ ആസനത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ. ബാക്കിയുള്ള വകുപ്പുകളോ? 3 മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും. തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇതൊക്കെ കൈമൾ സാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. കൈമൾ സാറിന് ഒന്നും പറയാനില്ലേ? ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടും. അബദ്ധം കാണിക്കരുത്. ഇന്നലെ കണ്ട KGR അല്ല ഇന്ന്. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. കഴുത്തുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാളത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു. കഴുത്തുമുട്ട യാതൊരു ആവശ്യമില്ലാത്ത പോലെ. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം, ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെക്കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല.